റെജി ലൂക്കോസ്, ഇതേ അഭിപ്രായം തന്നെയാണോ താങ്കൾക്കും? ഭാരതത്തിനെതിരെ സംസാരിക്കുന്ന പുഴുക്കുത്തുകളെ കൃത്യമായി തന്നെ കണ്ടുപിടിച്ച് ഒരു നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമല്ലേ? എനിക്ക് അല്പസമയമാണ്. ആഫ്റ്റർ ഓൾ നമ്മളല്ല ഇന്ത്യക്കാരാണ്. ഞാനൊരു വിദേശ രാജ്യത്ത് കുറെ വർഷം ജോലി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പല അവിടെയൊക്കെയുള്ള പല സംഘടനകളിൽ അംഗത്വമുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഫൊക്കാനോ. ഭാഗ്യവശാൽ പല രാജ്യങ്ങളിലെയും മലയാളികളുടെയും മലയാളി എന്ന് പറയാനാണല്ലോ നമ്മളെ കൂടുതൽ വിളിക്കുന്ന പരിപാടി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഉദാഹരണം പറയാം, ഏറ്റവും ഒടുവിൽ ഞാൻ പങ്കെടുത്തത് എത്യോപ്യയുടെ തലസ്ഥാനമായ ആഡിസ് അബാബയിലെ മലയാളികളുടെ ഒരു കൾച്ചറൽ പ്രോഗ്രാമിനാണ്. അന്ന് ആ പരിപാടി പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു ചോദിക്കുക, പങ്കെടുക്കുമ്പോൾ നമ്മുടെ എത്യോപ്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി മിസ്റ്റർ റോബർട്ട്, ഒരു മണിപ്പൂരി സ്വദേശി, അദ്ദേഹം ഇപ്പോഴും അവിടെ, അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരു എത്യോപ്യൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു ലേഡി മിനിസ്റ്ററാണ്. ആ പരിപാടിയിൽ എന്റെ ഫ്ലൈറ്റ് ഇച്ചിരി താമസിച്ചോണ്ട് ഞാൻ തുടങ്ങിയ ശേഷമായിരുന്നു. പക്ഷെ ഞാനായിരുന്നു അതിലെ ചീഫ് ഗസ്റ്റ്. ഉദ്ഘാടനം നമ്മുടെ അംബാസിഡറും അതിൽ സംസാരിച്ചവരും ഈ എത്യോപ്യൻ മിനിസ്റ്ററും അവിടെ ചെന്ന് ഞാനും എന്റെ രാജ്യത്തെ കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ചത്. കാരണം എന്റെ രാജ്യം നമ്മളെ എത്ര വെളുപ്പിക്കാൻ തേച്ച് വെളുപ്പിച്ചാലും നമുക്കൊരു സായിപ്പാകാൻ പറ്റും. നമ്മൾ ഇന്ത്യക്കാരനാകുന്നേ. ഒറ്റ ഉദാഹരണം പറയാം, ഞാൻ കഴിഞ്ഞ ചർച്ച പറഞ്ഞത് കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. ഞാൻ 2002 അമേരിക്കയിൽ ലാൻഡ് ചെയ്യുമ്പോൾ, ഞാൻ അതിന് മുമ്പ് വിദേശത്തൊക്കെ പോയിട്ടുണ്ട്, ചെയ്യുമ്പോൾ ഞാൻ അവിടെ കാണുന്ന വൈറ്റ്സിനോട്, ഞാൻ ഒരു വൈറ്റ്സിന്റെ കമ്മ്യൂണിറ്റി അടുത്ത ഉള്ളിലാണ് എനിക്ക് ഭാഗ്യത്തിൽ ജീവിക്കാൻ ഒരു അവസരം കിട്ടിയത്. അവർക്കൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധി, രണ്ടാമത് മദർ തെരേസ എന്ന്, വേറെ ഒന്നും അറിയത്തില്ല. അതേസമയം നിങ്ങൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അമേരിക്കയിലേക്ക് വെച്ചല്ലേ, ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് അഭിമാനമാണ്. മറ്റേത് നമ്മളെ എല്ലാം കണ്ട അറിയോ പാകിസ്ഥാനിൽ നിന്ന് ആദ്യം ചോദിക്കുന്നത്. കാരണം ഈ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിനു ശേഷം നമ്മളെ പോലെ ഏഷ്യത്തിലെ കണ്ട അവർ പാകിസ്ഥാനിൽ എന്നോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ട് അറിയൂ പാകിസ്ഥാനിൽ നിന്ന്. അത് അല്ല, നിങ്ങൾ കേട്ടോളൂ. പക്ഷെ ഇപ്പൊ നിങ്ങളവിടെ ചെന്നാൽ നമ്മുടെ അഭിമാനം വാളോട് ഉണരുന്നത് എന്താ കാരണം അറിയോ? ഇന്ത്യൻ കമ്മ്യൂണിറ്റി തന്നെയാണ് ഇന്ത്യയെ കുറിച്ച് ഒരു പ്രൊപ്പഗാൻഡ അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അസോസിയേഷനുകളെല്ലാം, അതിൽ മലയാളി സംഘടനകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി ലോകവ്യാപകമായിട്ട് ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ, എന്റെ രാജ്യം ഇത്രയും മഹത്വം രാജ്യമാണ്, ഇതിന് ചരിത്ര പശ്ചാത്തലങ്ങളും ഇതിന് സനാതന ധർമ്മങ്ങളും നാനാത്വത്വം ഏകത്വത്വവും ഞങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശങ്ങളും ഞങ്ങളുടെ ചേരിതാരാ എന്നൊക്കെ പറഞ്ഞാണ് അവര് ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ അതാത് രാജ്യങ്ങളിലെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ പരിപാടിയിൽ. അവിടെയാണ് ഈ മണ്ടപ്പാരല്ല പറയുന്നത്, ഈ അസംഭവമാണ് ഇവരെ ഏത് ഭാഷ ഉപയോഗിക്കുന്നത് എനിക്ക് അറിയത്തില്ല. അവര് നാണം കെടുത്തത് ആരെയാ? ഈ രാജ്യത്തിനെ ഇന്ത്യൻ രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യൻ സമൂഹം പാകിസ്ഥാൻ അനുകൂലികളാണെന്നുള്ളൊരു പ്രൊപ്പഗാൻഡ പാകിസ്ഥാന്റെ മാധ്യമങ്ങൾക്ക് പാകിസ്ഥാനും ലോകവ്യാപകമായിട്ട് ക്രൂഷ്യൽ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അവരതിന് വീഡിയോ തന്നെ പ്രചരിപ്പിക്കുന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യം പറയാം, ഇദ്ദേഹം അവിടെ വരുമ്പോൾ ഞാനൊരു ഇന്ത്യൻ വിരുദ്ധനാണ്, എന്നാൽ ഞാൻ കേരളത്തെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ, ഇന്ത്യൻ വിരുദ്ധനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പറഞ്ഞപ്പോഴും കേരളത്തെ ഇഷ്ടപ്പെടുന്ന ഇവര് കൈയടിക്കുക. ഇന്ത്യ വിരുദ്ധത പറഞ്ഞ ഒരുത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അവര് കൈയടിക്കുന്ന മണ്ടത്തരായിരിക്കും കാണിച്ചത്. ഈ മനുഷ്യരുടെയൊക്കെ മാനസികാവസ്ഥ എന്താ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ അനുഭവം ഏതെങ്കിലും ഒരു അസോസിയേഷൻ നടത്തിയിട്ടുണ്ടോ? അത് ഗതികേട് നമ്മുടെ മലയാളികൾ നടത്തിയിട്ടുള്ള മീറ്റിംഗ് പ്രോഗ്രാമിൽ ഇന്ന് അവർ ഗൾഫിലെയും വിദേശ നാടുകളിലെയും ഇന്ത്യൻ സമൂഹത്തിനെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ്. ഗൗരവതരമാണ് ഈ കുറ്റം. പിന്നെ എനിക്ക് വേറെ നേരം ആഡ് ചെയ്യാനുണ്ട്. എന്റെ സുഹൃത്ത് പ്രിഞ്ചു മഹാരാജ പറഞ്ഞതുപോലെ 100% എനിക്ക് യോജിപ്പില്ല. അതെന്താ വെച്ചാല്, പിന്നെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അത് ഒത്തുതീർപ്പിലായെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ട്രോളുകൾ, നമ്മുടെ പിന്നെ സോഫിയ ഖുറേഷി, നമ്മുടെ ഇന്ത്യൻ ഫൈറ്റർ വിമാനത്തിന്റെ പൈലറ്റ്, അവരും പറപ്പിച്ചൊരു വാഹനം, അവരെ പത്രസമ്മേളനം നടത്തിയതിന്റെ പേരിൽ അവരെ ഏതെല്ലാം രീതിയിൽ വേട്ടയാടി. അതുപോലെ തന്നെ ഒരു മധ്യപ്രദേശ് മന്ത്രി, അവരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ എന്താ? അത് ആരുടെ പ്രൊഫൈലിൽ നിന്നാണ് കൂടുതൽ വന്നത്? ഏതെങ്കിലും ഇടതുപക്ഷക്കാരുടെ പ്രൊഫൈലിൽ നിന്നാണ് വന്നത്? അമിത രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്ന ഇവരുടെ ഭാഗത്ത് തന്നെ വന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. വെറുതെ എല്ലാത്തിനും കയറി മതം ഇഞ്ചക്ട് ചെയ്ത് നമ്മൾ ഈ മതമൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഗൾഫിലെ മുഴുവൻ ആൾക്കാർ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുക. അവിടെ പാകിസ്ഥാനിയും ശ്രീലങ്കയും ഇന്ത്യക്കാരും ഒക്കെ മിങ്കിൾ ചെയ്താ ജീവിക്കുന്നത്. ഈ പറഞ്ഞ ഞാൻ പോലും അമേരിക്കയിൽ എന്റെ അയൽവാസി ഒരു പാകിസ്ഥാനിയായിരുന്നു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല കാണേണ്ടത്. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം. ഇനി ഈ സംഘടനയുടെ തലപ്പത്തുള്ളവരാണ് ഇസ്ലാമിസ്റ്റ് മുസ്ലിംസ് ആണോ? അതിനകത്തൊരു പിന്നെ ദീപുവിന് പേര് പറയാൻ ആ പേര് ഇപ്പം വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യനാ. അതിലിപ്പോ കേരളത്തിലെ ഈ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. പിന്നെ അവരുടെ എല്ലാ ലിസ്റ്റ് നമ്മുടെ ഉണ്ട്. ഞാൻ അവരുടെ പേര് പറഞ്ഞ് അവരെ അവമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവമാനിക്കാന്നുള്ളതല്ല, പക്ഷെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ അടിയുറച്ച് പറയുന്നു, അവരുടെ പേരിൽ നടപടി വേണം. ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രതിനിധികളാണ് അവര് ലോകത്തിൽ എവിടെ പോയാലും. ഒരു സംശയമില്ല കാര്യത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ മലയാളി പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഓരോ ഇന്ത്യക്കാരനും എത്ര അഭിമാനത്തോടെയാണ് അവിടെ സംസാരിക്കുന്നത്. ഇവന്റെയൊക്കെ മനസ്സിൽ എങ്ങനെ ഇപ്പൊ അവൻ അമേരിക്കയിലോ UK-ലോ പോയി സിറ്റിസൺഷിപ്പ് എടുത്താൽ പോലും മാതാപിതാക്കളെ മാറ്റിയവർ പറയാൻ പറ്റുമോ? സ്വന്തം മാതൃത്വത്തിന് പിതാവിനെ മാറ്റിയവർ പറയാൻ പറ്റുമോ? അവൻ ഇന്ത്യ ജനിച്ചോണ്ടല്ലോ അവിടെ പോയത്. ഈ രാജ്യം നൽകിയ സേവനങ്ങളല്ലേ അവനെ ഒരു ഇന്ത്യൻ പൗരനാക്കി മാറ്റിയത്.
അതുകൊണ്ട് ഇതിനകത്ത് വിട്ടുവീഴ്ചയുടെ മനോഭാവം കാണിക്കരുത്. ഇതൊരു താക്കീതായിരിക്കണം. അതെ, തീർച്ചയായും. പിന്നെ അവരെ തുറച്ചുകളെന്നോട് എനിക്ക് താല്പര്യം. പെട്ടെന്ന് ഒരു കാര്യം, ഒരൊറ്റ കാര്യം, പെട്ടെന്ന് ഒരു കാര്യം മാത്രം നേരത്തെ എന്റെ വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് കൂടെ 2-3 വരി എടുക്കൂ. ഒന്ന്, രാഷ്ട്രമാണ് എല്ലാത്തിനേക്കാൾ വലുത്, പക്ഷെ രാഷ്ട്രത്തിനേക്കാൾ വലുതാണ് സത്യം. അഫ്രീദി ആ സ്റ്റേജിൽ വന്നിട്ട് ഞാൻ ഇന്ത്യ വിരുദ്ധനാണ്, എനിക്ക് കേരളത്തിലെ ആഹാരം ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഇന്ത്യ വിരുദ്ധതയൊന്നും ആ സ്റ്റേജ് പറഞ്ഞില്ല, അത് നമ്മൾ മറക്കരുത്. കേരള ആഹാരം ഞാൻ അതിന്റെ ഓഡിയോ അയച്ചു തരാം രാഹുലിന്. കേട്ടതല്ലേ സാറേ, ഞാൻ അവിടെ പരിപാടിയുള്ള കേട്ടതല്ലേ. ശരി, രോഹിണിജി പറഞ്ഞു. ആണെങ്കിലും ഞാൻ കേരളത്തെ പറഞ്ഞോ എന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞോ. അല്ല, പ്രിന്റോജി പ്രിന്റോജി എസ് എന്ന് പറഞ്ഞ് അംഗീകരിക്കും. ഒരു സെക്കൻഡ് അല്ലല്ല, ഒരു ഒറ്റ ചോദ്യം ചോദിച്ചത് അല്ല, ഒരു സെക്കൻഡ് ഒന്ന് ശ്രദ്ധിക്കൂ. അല്ലല്ല, ഒരു സെക്കൻഡ് എന്റെ അവസരമാണ്. പ്രിന്റോ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. അഫ്രീദി സ്റ്റേജിൽ നിന്ന് ഞാൻ ഇന്ത്യ വിരുദ്ധനാണെങ്കിലും കേരളത്തിലെ ആഹാരം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? പ്രിന്റോ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ? കാര്യം അങ്ങനെ പറഞ്ഞില്ല. പ്രിയപ്പെട്ട ഒരു സെക്കൻഡ് സാർ, എനിക്ക് ഒരു വലിയ സമയമുള്ളത് അതുകൊണ്ടാ. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് എതിരാളികളെ കുറിച്ച് പോലും സത്യം പറയാൻ പഠിപ്പിച്ചവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഫ്രീദി നമ്മുടെ എതിർപക്ഷത്തുള്ളതാണ്. അഫ്രീദിയെ കുറിച്ച് പോലും ആയിക്കോട്ടെ, അതല്ല എതിർപക്ഷം എന്ന് ആലോചിക്കേണ്ടത്. സത്യം പറയുന്നതാണ് രാജ്യത്ത്. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ രജിസാർ പറഞ്ഞില്ല. ഇനി പെട്ടെന്ന് പ്രിന്റോട് ഒരു വരി ഓർക്കണം. പോപ്പുലർ ഫ്രണ്ട് രാഹുൽ ഈശ്വറിനെതിരെയാണ് സുപ്രീം കോടതി പോയത്. അഖില ഹാദിയ വിഷയത്തിൽ രാഹുൽ ഈശ്വറിനെതിരെയാണ് പോപ്പുലർ ഫ്രണ്ട് സുപ്രീം കോടതി പോയത്. ഞാൻ എന്നിട്ട് ഒന്ന് ഓർത്തു നോക്കണം. അപ്പോ നമുക്കൊരു മധ്യമാർഗം വേണം, നമുക്കൊരു ബാലൻസ് വേണം, നമുക്കൊരു പോകരുത്. ഇസ്ലാമിക ഭീകരവാദികളോട് രാഹുൽ ഈശ്വറെ ഇസ്ലാമിക ഭീകരവാദികളോട് സന്ധി ചെയ്യുന്നതാണ് ബാലൻസിംഗ്. മതഭീകരവാദികളോട് സന്ധി ചെയ്യുന്നതാണ് ബാലൻസിംഗ്. ആ ബാലൻസിംഗ് ഹിന്ദുക്കൾക്ക് ആവശ്യമില്ല രാഹുൽ ഈശ്വറെ. അങ്ങനെയുള്ള ഒരു ബാലൻസിംഗ് ഹിന്ദു സമൂഹത്തിന് ആവശ്യമില്ല. അല്ല, നിങ്ങൾ എന്ത് ബാലൻസിംഗ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഈ ബാലൻസിംഗ് എന്ന് പറയുന്നതിന്റെ ഔചിത്യം എന്താണ് രാഹുൽ ഈശ്വറെ? നിങ്ങൾ പല വിഷയങ്ങളിൽ ഹിന്ദു സമൂഹത്തെ ഒറ്റിക്കൊടുക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് നിങ്ങളാണ്. ആദ്യ കേസ് ആയിക്കോട്ടെ, വഖഫ് ആയിക്കോട്ടെ, പല വിഷയങ്ങളിലും ഹിന്ദു സമൂഹത്തെ മുന്നിൽ നിന്ന് ഊറ്റിക്കൊടുത്തത് ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണ്ടി നിങ്ങളാണ്. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ഒരൊറ്റ ചോദ്യം, എന്നെ ഭരിക്കുന്ന മോദിജി അല്ലേ? 2007 അഖിലാദ്യ വിഷയം നടന്നത്. ഞാൻ കേന്ദ്രത്തിലെ ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പാർട്ടി പോയി ചോദിച്ചാൽ മതി. എല്ലാവരുടെയും കൂടെ സമ്മതത്തോടു കൂടിയാണ് ആ നിലപാടെടുത്തത്. ഞാൻ ചോദിക്കട്ടെ, അഖിലഹാദിയ വിഷയത്തിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ അഖിലഹാദിയ വിഷയത്തിൽ ഒറ്റിക്കൊടുത്തത് നിങ്ങളാണ്. ഒരു അച്ഛനെ, സ്വന്തം മകളെ നിരപരാധികളായി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് നിങ്ങളാണ്. നിങ്ങൾ അന്ന് നിങ്ങൾ അശോകൻ എന്ന് പറയുന്ന ആ പിതാവിന്റെ കൂടെ നിന്നുകൊണ്ട് അവരുടെ വീട്ടിൽ കയറി നിങ്ങൾ നടത്തിയിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ വിടുപണി, ആ വിടുപണിയാണ് സാർ. അങ്ങ് ചെയ്ത വിടുപണിയാണ്. ഇസ്ലാം ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ അത് ചെയ്തത്? അതുകൊണ്ട് ആ കണ്ണീരിൽ നിന്ന് ആ പിതാവ് ഇന്നും മോചിതനായിട്ടില്ല. പല ഘട്ടങ്ങളിലും ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ നാവായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളാണ് സാർ. ഹിന്ദുവിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഹിന്ദുത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഹിന്ദു നാമധാരികളായിക്കൊണ്ട് ഇവിടെ ഹിന്ദു സമൂഹത്തെ കേരളത്തിൽ നിന്ന് ഒറ്റപ്പെടുക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുകയാണ്. പാകിസ്ഥാൻ അല്ല, പ്രവാസി ലോകത്ത് ക്യൂബ പോലെ കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദികളുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങളാണ് സാർ. എന്തായാലും ഷാഹിദ് അഫ്രീദിയുടെ വരവ് കേവലം യാദൃച്ഛികമെന്ന് തോന്നുന്ന തരത്തിൽ വരുത്തി തീർക്കാനുള്ള തികച്ചും ആസൂത്രിതം എന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ നീക്കം മലയാളി സംഘടന നടത്തിയത്. പാക് മാധ്യമങ്ങളടക്കം ഇത് ആഘോഷിക്കാനിടയായ സാഹചര്യത്തിലേക്ക് നയിച്ചവർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് തന്നെ കടക്കണം. രാജ്യവിരുദ്ധത ഒരു തരത്തിലും വച്ചു പൊറുപ്പിക്കാനാകില്ല.